ഹലോ. അപ്പോൾ ഹോട്ടൽ സ്റ്റൈലിൽ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും സിമ്പിളായിട്ട് 2 ഐറ്റംസ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലിട്ട് വായോ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് സൺഡേ ആണ്. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ ഒരു ചിക്കൻ റോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ എങ്ങനെയാണ് എനിക്കും കൂടി പരിചയപ്പെടുത്തി തരാറാണ് ഞാനിവിടെ വന്ന് നിൽക്കണേ. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കാം. ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പാട് വീഡിയോ എടുത്താൽ വീഡിയോൻ്റെ സ്റ്റോറേജ് ഓവറാവും. അപ്പോൾ അത് കാരണം എനിക്ക് എടുക്കാൻ പറ്റില്ല. ഫോണിൽ സ്റ്റോറേജ് നിൽക്കണില്ല. എന്താ ഒരേ ഫോണിലെല്ലാം യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ, മിക്സിയുടെ ജാറ്. അതിലോട്ട് ഒരു മുട്ട ഒഴിക്കുക. മൈദമാവ്, കുറച്ച് പാല് കേട്ടോ, പാല്, കുറച്ച് പഞ്ചസാര, കുറച്ച് പഞ്ചസാര കേട്ടോ, കുറച്ച് സാൾട്ട്, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കേട്ടോ. അപ്പം നന്നായിട്ട് മിക്സിയിൽ അടിക്കുക കേട്ടോ. സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് ചിക്കൻ റോളിലേക്കുള്ള മസാല നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ചിക്കൻ റോളിലേക്കുള്ള വെജിറ്റബിൾസ് ആണ് കേട്ടോ. വെല്ലുള്ളി, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി. ഇതിൻ്റെ പകുതിയോളം ഇട്ടിടുക. ഇത് കുറച്ച് കൂടുതലായി. പിന്നെ ഇതാ മല്ലിച്ചപ്പ്, കറിവേപ്പിൻ്റെ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ആ ഉള്ളിൽ ചിക്കൻ റോളിൻ്റെ ഉള്ളിലുണ്ടാവില്ലേ. പിന്നെ അതേമാതിരി ഇതാ ചിക്കനെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചിങ്ങാണ്ട്, മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ട് വേവിച്ചിങ്ങാണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ പിച്ച് വെച്ചിക്കണം കേട്ടോ. ഇതും അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റൈലിൽ ചിക്കൻ റോള് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. നന്നായിട്ടുണ്ട്. ഞങ്ങൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതേമാതിരി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന ടൈമിലൊക്കെ അങ്ങനെ ഉണ്ടാക്കും. ഞായറാഴ്ച അല്ലാന്ന് പുറത്തുനിന്ന് മേടിക്കൽ ശരിയാവില്ല. അപ്പോൾ ഉള്ളതും കൊണ്ട് നമ്മളെ ഉണ്ടാക്കാം. കുറച്ച് എണ്ണ കേട്ടോ. എണ്ണ ചൂടായ ചട്ടിക്ക് ഈ ഉള്ളിയും ഇതും ഇഞ്ചി പേസ്റ്റും ഇത് കേട്ടോ. ഇഞ്ചി പേസ്റ്റ് ഒരു ഇല്ലി മതി. അപ്പോൾ ഇത്ര ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതുള്ളൂ ഇടുന്നത് കേട്ടോ. ഒരു പൊട്ട് ഇഞ്ചി, ഒരു പൊട്ട് ഉള്ളി, വെളുത്തുള്ളി. ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചോയ മാറുന്നത് വരെ അങ്ങനെയൊന്ന് മണക്കുക കേട്ടോ. മണക്കുക എന്ന് പറഞ്ഞാൽ വാട്ടുക. എൻ്റെ ഭാഷ നിങ്ങൾക്ക് ചിലതൊന്നും അറിയില്ലായിരിക്കും. ഉള്ളി വാടിട്ടോ. ഉള്ളി വാടിക്ക് കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി വിടുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി വിടുക. ഇളക്കി വിട്ടിട്ട് കുറച്ച് കുരുമുളകും പൊടിയും കൂടി കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളകിൻ്റെ ആ സ്മെല്ല് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഗരം മസാല ഇടുക. അതും കുറച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ സെറ്റായിട്ടോ. ഇനി ചിക്കൻ അവിടെ പിച്ച് വെച്ചിട്ടില്ല, അതെടുക്കുക കേട്ടോ. ആ ചിക്കന് നന്നായിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ആ ചിക്കന് നന്നായിട്ട് അതിലേക്ക് ആഡ് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക്
അതങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ, മിക്സായിട്ട്. അപ്പം ഇനി പച്ചത്തക്കാളി ഇല്ലേ, നമുക്ക് അതിലോട്ട് പച്ചത്തക്കാളി ഒരു തക്കാളി എടുത്തുങ്ങാണ്ട് അത് പച്ച കൊടുക്കാൻ, ആ പച്ച സ്മെല്ല് കൊടുക്കാൻ, ഇങ്ങനെ പച്ചത്തക്കാളി ഇങ്ങനെ കടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. തക്കാളി ആഡ് ചെയ്തു കേട്ടോ. തക്കാളി ഇതിലോട്ട് ആഡ് ചെയ്തു. ഫ്രിഡ്ജിലെടുക്കാൻ പോയതായിരുന്നു. അപ്പോൾ തക്കാളിയുടെ ആ പച്ച സ്മെല്ല് ഇങ്ങനെ എനിക്ക് വേണം. ചിക്കൻ റോളാണ് എന്തിലും പച്ച തക്കാളി ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തക്കാളി ഇടണമെന്നില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സായിട്ടോ, നന്നായിട്ട് മിക്സായി കേട്ടോ. ചിക്കൻ റോളിക്കുള്ള സാധനമാണ് കേട്ടോ. അധികം എരിവ് കൂട്ടൂല, കാരണം മല്ലിച്ചപ്പ് ഇടാൻ മറന്നു. അത് പച്ചയുടെ സ്മെല്ല് ഇങ്ങനെ വേണം ചിക്കൻ റോളിൽ കൂടി. അതൊക്കെ ഒരു ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അതും കൂടി ഇട്ട് കൊടുത്താൽ ആള് റെഡി ആയിട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാട്ടോ. അത് നമ്മൾ വെജിറ്റബിൾ ഉള്ളിയൊക്കെ ഇട്ടില്ല, അപ്പം എണ്ണയുടെ ഒരു ഇതുണ്ടായിക്കോട്ടെ. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, അതുകൂടി ഇളക്കി കൊടുക്കുക. അപ്പം ഇതാ സെറ്റായിട്ടോ. ഇത്രയേ ഉള്ളൂ, ഇതാ സെറ്റായി. മസാല സെറ്റായിട്ടോ. അപ്പോൾ അതിലോട്ട് 2 മുട്ട എടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇടുക. 2 മുട്ടനെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അത് എന്തിനുള്ളതാണെന്നറിയോ, നമുക്ക് ആ ചിക്കൻ റോളില്ലേ ബ്രെഡിൽ മുക്കിയിട്ട്, മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൽ മുക്കാനാണ് ഇത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. അപ്പം അങ്ങനെ അത് സെറ്റായി. കണ്ടോ, മൈദ പൊട്ടിക്കാനുള്ള മൈദ കുറച്ചെടുത്തു, 1 സ്പൂൺ മൈദ എടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കി വിട്ടിട്ട് ഇതിനി ഈ അപ്പത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒട്ടിക്കാൻ. അപ്പോൾ നേരത്തെ കലക്കി വെച്ച ദോശയല്ലേ, അത് നന്നായിട്ട് കനം കുറച്ചിട്ടിട്ടോ ചട്ടിയിൽ ഒഴിച്ചിട്ട് കനം കുറച്ച് ചുടണം. എന്നാലുള്ളൂ നമുക്ക് നല്ല ചിക്കൻ റോള് കഴിക്കാൻ പറ്റുക കേട്ടോ. കനം ഉണ്ടായ ചിക്കൻ റോള് രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കനം കുറഞ്ഞ് നല്ല നൈസായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. കേട്ടോ 4 ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റായി. എൻ്റെ ചിക്കൻ റോളില്ലേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ടേസ്റ്റ് ഉണ്ടോ, കടയിലത്തെ ഏത് ടേസ്റ്റാണ്, വീട്ടിലത്തെ ഏത് ടേസ്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് ചിക്കൻ റോൾ. എൻ്റെ ചിക്കൻ റോൾ ഇതാട്ടോ. എങ്ങനെയുണ്ട്? ഇനി മുട്ടയിൽ നല്ല മുക്കുക കേട്ടോ. മുട്ടയിൽ മുക്കിയിട്ട് ആ ബ്രെഡില്ലേ അതിൽ മുക്കിങ്ങാണ്ട് എണ്ണയിലിട്ടാൽ പൊരിച്ചെടുത്താൽ എൻ്റെ ചിക്കൻ റോൾ റെഡി. ചിക്കൻ റോളാക്കി വെച്ചിക്കണു. ഇത് ഇനി എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണയിലിട്ട് വറുത്തെടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. എണ്ണ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ടോ. എണ്ണ ചൂടായി. അപ്പം നമ്മളെ ചിക്കൻ റോൾ എടുത്തിട്ട് അതിലോട്ട് ഇടാം കേട്ടോ. അപ്പോൾ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് ചിക്കൻ റോൾ. നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നമ്മൾ കഴിക്കണം. മക്കൾ ഭയങ്കര ടേസ്റ്റാണ്. മക്കൾ നല്ല കഴിക്കും കേട്ടോ ചിക്കൻ റോള്. പക്ഷെ എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൽ എരിവ് കൂടുതൽ പറ്റൂല. മോന് കഴിക്കുന്ന കാരണം മോനക്ക് അധികം എരിവ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എരിവില്ല കേട്ടോ. കണ്ടോ, ചിക്കൻ റോള് റെഡി കേട്ടോ. സൂപ്പർ ചിക്കൻ റോൾ, കേട്ടോ. അതാ സൂപ്പർ ചിക്കൻ റോള്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റിൽ. അപ്പം ചിക്കൻ റോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൈ പൊള്ളി കുറച്ച് ഇത് ബാക്കിയായി ചിക്കന്. അപ്പോൾ മോൾ തന്നെ ഇവിടെ ബന്നിരിപ്പുണ്ട്, ഫ്രിഡ്ജിൽ ബന്നിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ബർഗറും കൂടി ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റും കൂടി അറിയാലോ പറഞ്ഞിട്ട്
അപ്പോൾ ബർഗർ ഉണ്ടാക്കാൻ കുറച്ച് ചീസ് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചീസും കൊണ്ട് വരട്ടെ, അതുവരെ വെയിറ്റിംഗ്. അപ്പോഴേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചീസ് റെഡി എത്തി. ഇതാണ് കേട്ടോ ചീസ്. അപ്പോൾ ഇത് 2 ചീസാണ് കൊണ്ടുവന്നിട്ട്, ഭയങ്കര റേറ്റാണ്. അപ്പോൾ 2 കൊണ്ടുവന്നിട്ട് അപ്പോൾ നമുക്ക് ഇതും കൊണ്ട് ഉള്ളതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബർഗറും കൂടി ട്രൈ ചെയ്യുക ഇതും കൊണ്ട് കേട്ടോ. ഈ ഒരു ചിക്കൻ റോളിൻ്റെ കുറച്ചൊരിത് ഗ്രേവി ബാക്കിയുണ്ട്, ചിക്കന് ബാക്കിയുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അത് ബർഗർ ഉണ്ടാക്കാൻ പറഞ്ഞ മോള്. അപ്പോൾ ബർഗർ അവൾ ചീസിൻ്റെ മെയിൻ ആളാണ്. അപ്പോൾ 2 ചീസും കൊടുന്ന് അപ്പം ഇനി നമുക്ക് ബർഗറിനുള്ള സാധനങ്ങൾ സെറ്റാക്കാം കേട്ടോ. അപ്പം ഇല്ല ബന്നല്ലത്, ഇത് ചായക്ക് കടിക്കാനില്ല ബന്ന വണ്ടി. അപ്പോൾ ഇതും കൊണ്ടുള്ളതും കൊണ്ട് നമുക്ക് തട്ടിക്കൊട്ടി മോളൊരു പൂതിയല്ലേ. മോളിത് കണ്ടപ്പോൾ ചിക്കൻ റോൾ കണ്ടപ്പോൾ ബർഗർ അതിൻ്റെ ഇത് ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് 2 ബർഗർ ഉണ്ടാക്കി തരുമോ, 2 ബർഗർ ഉണ്ടാക്കി തരുമോ. അപ്പോൾ അവളെ പൂതി അവളെ പൂതിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ചായക്ക്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് ബർഗർ ഉണ്ടാക്കാം. തട്ടിക്കൂട്ടിയിട്ടാണേ, ക്ഷമിച്ചേക്കണേ. ചെറിയ ബന്നാണ് കേട്ടോ. ചെറിയ ബന്നും കൊണ്ട് ബർഗർ രസം ഉണ്ടാകുമോ എന്നറിയില്ല. ഞാനൊക്കെ വലിയതല്ലേ കഴിച്ചിട്ടുള്ളത്. കട്ട് ചെയ്ത് ഇതാ, പിന്നെ 1 മുട്ട, പിന്നെ 1 വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ് മോളുണ്ടാക്കിയതാണ്, എനിക്കറിയില്ല. അപ്പോൾ 1 മയോണൈസ് കേട്ടോ. അപ്പോൾ അത് കുറച്ചിതിൽ ഇങ്ങനെ തേക്കാം കേട്ടോ. മയോണൈസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാലും അറിയാം. അപ്പോൾ ഇതാട്ടോ മയോണൈസ് കുറച്ച് തേക്കാം കേട്ടോ. പിന്നെ നമ്മളെ ചിക്കൻ റോളിന് ഉണ്ടാക്കിയ ചിക്കൻ്റെ കുറച്ച് ബാക്കിയാണ് കേട്ടോ. അത് പൊന്നു നമ്മളെ വലിയ ഉള്ളി കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പ് ഇരിക്കട്ടെ. ഇനി 1 തക്കാളി. ഇനി എന്താ ഇതെന്താണെന്നറിയോ? ചീസ് കേട്ടോ. ചീസ് ഇതും കൂടി സെറ്റാക്കി. എവിടെ കുരുമുളക് സോസ് വേണോ? കുരുമുളക് വേണ്ട കേട്ടോ. കുരുമുളക് വേണ്ടെന്ന് അവൾ പറയുന്നത്. അപ്പോൾ ഇത് സെറ്റാക്കാം. ബർഗർ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇനി ഇതൊന്ന് 1 ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ കുറച്ച് നേരം ചൂടാക്കാം കേട്ടോ. ഇത് ഫുള്ള് ഞാൻ സെറ്റാക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിക്കാം. നമുക്ക് ഇതിനൊരാവി ഒളിച്ചാൽ ഒരു ഭാഗത്ത് ചിക്കൻ റോള്, ഒരു ഭാഗത്ത് ഇത് രണ്ടും ഒരു ടൈമിൽ സിമ്പിളിയാണ്. ഒരേ ഒരു പിന്നെന്താണ് മസാലയും കൊണ്ട് 2 ഐറ്റംസ് നമുക്ക് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരു ഐറ്റംസിൽ പെട്ടെന്ന് ബർഗറും ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈസിയാണ് പരിപാടിയൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ. അപ്പോൾ സെറ്റായിട്ടോ. സെറ്റായി ഞാൻ നമ്മൾ പാത്രത്തിലോട്ടെടുക്കും. അപ്പം നമ്മളെ ചിക്കൻ റോളും ബർഗറും 2 ഐറ്റംസ്. ഇതാണ് ചിക്കൻ റോള്. ഇത് സോസാണ് കേട്ടോ. സോസ് വീത്തി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കഴിച്ച് കാണിച്ചു. ഒരാളവിടെ നോക്കി നിൽക്കുന്നുണ്ട്.
ഒന്നും പറയാനില്ല കേട്ടോ. നമ്മള് അടുത്ത ടേസ്റ്റ് നോക്കാം. മാർക്ക് കൊടുക്കുന്ന ആരാ ഇവനാണ് കേട്ടോ. ഉണ്ടോ, ഒരു വെടിക്ക് 2 ബജ്ജി പറയില്ലേ, ബർഗർ കേട്ടോ. അപ്പോൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യല് ബർഗറും ചിക്കൻ റോളും. ബർഗർ ചെറിയ ബർഗറാണ് കേട്ടോ, ഉണ്ടോ, വലുതല്ല. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.